ഞാൻ വലിയ കടം കൊടുക്കാനായിട്ടൊക്കെ വിളിക്കുക. നിന്റെ അമ്മായിത്തെ ചന്ദ്രക്ക് പട്ടി കളിച്ച്. അയ്യോ പിന്നെ ചെറുതായിട്ട് പേരുണ്ടോന്നൊരു സംശയം ഉണ്ട്. അമ്മായിച്ചൻ പട്ടിക്ക് ഒന്നാമത് എങ്ങനെ സ്വഭാവം അറിയാം. മനുഷ്യരുടെ അടുത്ത് കടിച്ചു കയറുന്ന സ്വഭാവമാണ്. പട്ടികളെ കടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ഈ പട്ടിയെ പിന്നെ ആരും കണ്ടില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. പണ്ടിങ്ങനെ വാങ്ങിയോ അത് മാക്കേന്ന് ഒരേ പറയുന്നു ഇങ്ങനെ പോയത്. ചന്ദ്രൻ കാണുന്ന പട്ടി തന്നെയാണോ? അല്ലേ അതാണല്ലോ പ്രശ്നം. നീ സൂക്ഷിക്കാനല്ല ജീവിത. എടാ അയാൾ ആശുപത്രി പോകുന്നില്ലേ? ആശുപത്രി പോകുന്ന ആരെന്താ പറഞ്ഞിട്ട് പുള്ളി വരണ്ടേ? പട്ടി അടിച്ചിട്ട് വല്ല വേപ്പട്ടിയും കഴിച്ചിട്ട് ഇങ്ങോട്ട് നീ വലിയൊരു ഉപകാരമാണ് ചെയ്തത്. ഓടി വന്ന് പറഞ്ഞില്ല. അത് ഒരുപാട് നന്ദി. നന്ദിയൊക്കെ നീ വൈകുന്നേരം അല്ലെങ്കിൽ KGF മേടിച്ചല്ല. KGF ഞാൻ പോയി മെമ്പറിനോട് കാര്യം പറഞ്ഞു തരാം. അത്യാവശ്യ കാര്യം പറയാൻ നിൽക്കുമ്പോ അതെ നീ ലിഫ്റ്റിക്കോട്ട് ഒഴിക്കിട്ട് നീ എവിടെ പോവാ? അതുവഴി കാണുന്നവർക്ക് കാണുമ്പോഴത്തേക്ക് ഇച്ചിരി വൃത്തിയൊക്കെ വേണ്ടേ? പട്ടി അടിച്ചു. അയ്യോ പള്ളിക്കകത്ത് കയറി അച്ഛനെ പട്ടി അടിച്ചു. നിന്റെ അച്ഛനെ പട്ടി അടിച്ചത് അങ്ങനെ എല്ലാരും പറഞ്ഞത് ആശുപത്രി വയൽ പോകാൻ ഇങ്ങോട്ട് കെട്ടിയിരുന്നു. വേറൊന്നും അല്ല വിഷയം. ആ പട്ടി അവിടെ നേരത്തെ കണ്ടിട്ടില്ലാത്തൊരു പട്ടിയാണ്. വായിക്കൂടെ നിറയുമ്പോൾ അദ്ദേഹം വന്ന് നടക്കുന്ന പട്ടിയാണ്. പേരുണ്ടോ എന്നൊരു സംശയമുണ്ട്. പട്ടി അടിച്ച് ഞാനെന്താ വിളിച്ചു? അയാൾ വരും. നീ എന്ത് ചെയ്യുന്ന വെട്ടി അടിക്കുന്നത്? നീ കാണിച്ച് ചൂടുവെള്ളത്തിൽ കഴിവണം. ആശുപത്രി പോകുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. പേടിയാണ്. ഞാൻ പറയത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പോവാ. രാജേന്ദ്രൻ 16 നടത്തുന്ന പ്രസാദ് 17 പേര് ചേർക്കുന്നേ. നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കും. എന്തോ ചെയ്യുന്നത്? നാളെ വരെ കോട്ട് പോയിട്ടാ ഇത്ര ഉള്ളായിരുന്നു. പട്ടി ഓടി ഇടിഞ്ഞാൽ തോന്നിയില്ലേ? അതെ വളർത്തിയിട്ടില്ലാത്ത കാര്യം പറയാം. എനിക്ക് ഇഷ്ടം പറ. തന്തയിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചായിരുന്നു? അവൾ ഇങ്ങോട്ട് വന്ന് മുട്ടിയത്, ഞാൻ അങ്ങോട്ട് പോയി മുട്ടിയതല്ല. അല്ല പെണ്ണുങ്ങളെ മുട്ടിയായി അല്ല ചോദിച്ചത്. പട്ടി കടിച്ചായിരുന്നു. ഒരു സംശയമുണ്ട്. സംശയം വേണ്ട. പട്ടി നല്ല രീതിയിൽ കടിച്ച് പിടിച്ചോണ്ടിരുന്നു. ഞാൻ കാലോട്ട് കൊടുത്തിട്ട് അത് വിട്ടില്ല. പിന്നെ പട്ടിയുടെ കക്ഷത്ത് രണ്ട് ഇക്കിട്ട് അത് വാങ്ങുന്നു. അത് ഇറങ്ങി ഓടിക്കുന്നു. എന്റെ പൊന്നുകുഞ്ഞെ ഇറങ്ങിക്കിടന്ന ഒരു പട്ടിയായിരുന്നു. അത് ഉറങ്ങുമെന്ന് അറിയാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്താണ് വാരി മനുഷ്യനെ കടിച്ചു വന്നു. ചെന്ന് കയറി കൊടുത്തതാ. ഞാനൊരു കാര്യം പറയാം. സംശയം ഉണ്ടോന്നില്ല. പേരുണ്ടോന്നൊരു സംശയമുണ്ട്. ഉണ്ട് സംശയം. പുള്ളി സ്ഥിരീകരിച്ചു. വണ്ടി വിളി നമുക്ക് ആശുപത്രി പോവാം. നീ എത്ര രൂപ ഇടുന്നു? ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ ഉണ്ടോന്നല്ല അച്ഛാ. പട്ടിക്ക് പേ ഉണ്ടെന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കടിച്ചിരുന്ന അച്ഛന് പേ ഉണ്ടെന്നൊരു സംശയമുണ്ട്. നീ എന്താ അച്ഛനൊന്നുമില്ലടാ. സാധാരണ തൊടുത്തണത്തിലാണോ? ഇപ്പൊ പട്ടി കഴിച്ചിട്ട് തന്നെയല്ലേ? അതുകൊണ്ട് സിനിമയ്ക്ക് പോയിട്ട് വന്നില്ല. വിഷം ഉണ്ടെങ്കിൽ നഖം വിട്ടു. അല്ലെങ്കിൽ ആരും തുടരുത്. അതിൽ കാര്യം തൊടണ്ട. എന്തെങ്കിലും ലക്ഷണം കാണിക്കുന്നുണ്ടോ? എന്നെ എല്ലാ രോഗത്തിനും ഓരോ ലക്ഷണങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊറോണയ്ക്ക് എന്താണ് ലക്ഷണം? എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കാണത്തില്ല. അതുപോലെ തന്നെ നടുവേദന ഉണ്ടാവും. പല്ലുവേദനയ്ക്ക് എന്താ ലക്ഷണം? പല്ലുവേദന. എന്താണ് ലക്ഷണം? എനിക്ക് വന്നിട്ടുണ്ട്. മുട്ടും പക്ഷെ പോകത്തില്ല. അങ്ങനെ ഓരോന്നിനും ഓരോ ലക്ഷണം കാണിക്കും. എന്നൊക്കെ എന്തെങ്കിലും ലക്ഷണം കാണിക്കുന്നുണ്ടോ? ഈ ലക്ഷണം കെട്ടവർക്ക് ലക്ഷണം കാണിക്കാറില്ലെന്ന് പറയുന്നത്. ഞാൻ അച്ഛൻ മര്യാദ ആശുപത്രി പോകാൻ നോക്കുന്നത്. എന്തെങ്കിലും ലക്ഷണം എന്തോ ലക്ഷണം എന്ന് പറഞ്ഞു. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതാണ്. നിന്റെ വീട്ടിൽ പോയിക്കാതെ ഇത് തന്നെയാണ് കുഴപ്പം. എന്തെങ്കിലും
കാര്യം ഞാൻ മോഹൻ നേരത്തെ പറഞ്ഞ് ഉടനെ ഞാൻ അച്ഛൻ വീട്ടിൽ കിടക്കുന്നതിന്റെ കുഴപ്പം. ഈ മീശ ഞാൻ കാത്തിട്ടേക്കുന്നത് എന്നെ വീട്ടിൽ പോ അന്ന് ഞാൻ പോക്കും. മനസ്സിലായോ? അല്ല, അങ്ങനെ പറഞ്ഞല്ലോ മോനെ. എനിക്കൊരു കുഴപ്പമില്ല. ഓട്ടെ അച്ഛൻ വീട്ടിൽ ഞാൻ പോകണം. തീർന്നല്ലോ. അല്ല നീ കേട്ടോണ്ടിരുന്നില്ലേ? അല്ല, നീ കേൾക്കൂ. നീ കേൾക്കൂ. ഞാൻ പോകും. എനിക്കിവിടെ ഒരു കാര്യം ചെയ്യാം. ഒരു 100 രൂപ വണ്ടിക്കൂലി വേണം. സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നീ പോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആശുപത്രി പോകാന്ന്. അല്ല, എനിക്ക് അങ്ങനെ തോന്നണം. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ കണക്കിൽ ഞാൻ വെക്കണം. നീ കേൾക്കൂ. ഇങ്ങോട്ട് വന്നേ. അതെ, കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും ലക്ഷണം ഇവിടെ കാണിച്ചില്ല. അന്നേരം ഇവിടെ അങ്ങോട്ട് ഓടാൻ ആ, പോ, പോ. മോളെ പോ മോളെ. ഒരു കുഴപ്പമില്ല. അച്ഛൻ പാടിയാ നാമുള്ളത്. അയ്യോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പൊള്ളുന്ന വെയിലാക്കോ അവിടെ പോയി കളിക്കുന്നോ നടത്തത്തില്ലയോ. അപ്പ ബോണ്ട മേടിച്ചിട്ടുണ്ട് മക്കൾ കേട്ടോ. എനിക്ക് ചൂട് പോണ്ട അപ്പൊ കളിയാടാ. അപ്പൊ നഖം വെട്ടണോ? നഖം വെട്ടണം. ചെറുകിന് കൊടുത്തു. ചെറുകിന് മാന്തി. എന്തിനു മാന്തി? ഞാൻ എന്റെ കുഞ്ഞിനെ മാന്തി. ഞാൻ ബോണ്ട മേടിച്ച് കൊടുക്കുന്നില്ലടാ. അയ്യോ നീ കഴിച്ചാ? നീ ഇത് കഴിച്ചാ? നീയാ മേടിച്ച് കൊടുക്കുന്നത്? ഞാനും മേടിച്ച് കൊടുക്കണ്ടേ? ഞാൻ മേടിച്ചു കൊടുക്കുകയില്ല. നഖം വെട്ട്. നഖം വെട്ട്. എന്റെ തള്ളവെല്ലാം നഖം ഞാൻ വെട്ടിത്തരാം. ഏതെങ്കിലും ചന്ദ്രമുട്ടി കൊണ്ട് കത്തിച്ച് നിന്നെ കാശ് നോക്കാം. ഇന്ത്യയോട് കളിക്കാൻ വിലയ്ക്ക് നഖം വെട്ടി ഇവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല. മെമ്പറാ ഇടയ്ക്ക് വന്നല്ലോ. പട്ടിയുണ്ടോ? പട്ടി ഇപ്പൊ ഇല്ല. ഭാവിയിലൊരു പട്ടി ഉണ്ടാവും. ഒരു പേപ്പട്ടി. എന്റെ വായ വല്ല കേൾക്കും കേട്ടോ. മെമ്പറൊക്കെ കവല വെച്ച് സംഭവം അറിഞ്ഞു. കൊച്ചേട്ടാ മെമ്പറെ എന്തുകൊണ്ട് സുഖമാണോ? ആ സുഖം. അയ്യോ വേണ്ട. മെമ്പർ പേടിക്കേണ്ട കേസില്ല. ചന്തയിൽ ഒരു പട്ടി കിടന്നു. ഞാൻ ചുമ്മാ ഇങ്ങനെ അടിച്ചു കൊടുത്തു. അത് എല്ലാവരും കമ്മിട്ടു. എത്രയോ നിസ്സാര കാര്യമാണ്. ചമ്മിപ്പോയല്ലോ. എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. ഞാനൊരു കേസ് പറയാം. ഇതിപ്പോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വൈദ്യനെയോ കാര്യങ്ങളൊക്കെ വിളിച്ച് നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ചെയ്യണം. അതെ, നമ്മുടെ അടുത്തൊരു വൈദ്യനുണ്ട്. കടിച്ച പട്ടിയെ വിളിച്ചു വരുത്തി വിഷം ഇറക്കുന്ന ഒരു വൈദ്യനുണ്ട്. അടിച്ച പട്ടിയല്ല നാമല്ലേ? രണ്ടും കഴിക്കുന്നതാണല്ലോ. ഒന്ന് മെമ്പർ പറഞ്ഞ് ക്ലിയർ ചെയ്യണം. ഇവിടെ ഈ നാട് മൊത്തം പേപ്പട്ടി വിഷയം ബാധിക്കണം. ശരി, ഇപ്പൊ എന്നാ ചെയ്യണേ? മെമ്പർ ഇവിടുത്തെ മെമ്പർ ആണോ? വാർഡ് മെമ്പർ ആണോ? അതെന്നാ ചോദ്യം? ഞാൻ ഇവിടുത്തെ വാർഡ് മെമ്പർ ആണല്ലോ. ഈ വാർഡിൽ മുഴുവൻ പട്ടി ശല്യമായിട്ട് നടക്കുന്നത് നിങ്ങൾ ആരും അറിയുന്നില്ലേ? ഇപ്പൊ പട്ടി പെരുകുവാണ്. അതൊക്കെ നിങ്ങൾക്ക് കാരണം. ഞാൻ കേട്ടോ. ഞാൻ കൊണ്ടുപോയി പട്ടി വരുവാ. നിങ്ങളുടെ വേസ്റ്റ് ഇല്ലേ? വേസ്റ്റ് കൊണ്ട് തട്ടുന്നുണ്ടോ? ഈ പട്ടികളെല്ലാം കൂട്ടത്തോടെ വരും. വേസ്റ്റ് അങ്ങ് കടിക്കും. ഫുഡ് കഴിച്ച എല്ലാവരുടെയും അവസ്ഥയാണ്. കുറച്ചു നേരം മയങ്ങും, ഉറങ്ങും, നാളും കഴിക്കും. അതുപോലെ തന്നെ പട്ടി വന്ന് കിടക്കും. എല്ലാവരും കൂടും. അങ്ങനെ പെരുകി വരും. പ്രശ്നം മെമ്പർ പട്ടിയുടെ പോയതാ. എന്നാലും ഞാൻ ഒരു കാര്യം ആരോട് പറയാനാ ഇതൊക്കെ? ഞാൻ പട്ടി നന്ദിയുള്ള മൃഗം അറിയാമോ? അതൊക്കെ മെമ്പറുടെ വീട്ടിലെ പട്ടി മെമ്പറുടെ വാരിക്കിട്ട് കടിച്ചല്ല. അത് എന്നോട് നന്ദി കാണിച്ച പട്ടി. അതാ പറയാ നന്ദിയുള്ള മൃഗമാണ്. പട്ടിയുടെ നന്ദി കാര്യങ്ങളൊന്നും അല്ല. പട്ടിയുടെ മഹത്വമല്ല. അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മെമ്പറിന് പട്ടി ഭയങ്കരമായിരിക്കാം. കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടില് ഒരു പട്ടി എത്തി കിടന്നു. അത് നിർത്തിയില്ല. നിങ്ങൾക്ക് വൃത്തിയില്ലാത്ത അത് ചട്ടി കിടക്കുന്നു. ഒരു മനുഷ്യൻ മരിച്ചു കുഴിച്ചിടാനില്ലായിരുന്നു. എന്നെ പിടിച്ചു മെമ്പർ. ഞാനാണല്ലോ മെമ്പർ. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോ നടക്കുവോ? ഞാൻ പിന്നെ 500 രൂപ ഒരു അരലത്ത് മേടിച്ചു കൊടുത്ത് ഒത്തിനെ കൊണ്ട് കുഴിച്ചിടിപ്പിച്ചു. പിറ്റേ ദിവസം ഒരു പൂച്ചയത്ത് അവിടെ കിടക്കുന്നു. ഞാൻ അതുപോലെ 500 രൂപ അരലത്ത് മേടിച്ചു കൊടുത്ത് ഉത്തരവാദിത്തം. പിന്നെ ഞാൻ അറിഞ്ഞത് ഇത് യുവമാർക്ക് അരലത്ത് മേടിക്കാനുള്ള പണിയാണ്. ഓരോ തല്ലിക്കൊണ്ടിരുന്നത്. എന്തായാലും അവിടെ വന്ന് എന്തെങ്കിലും വന്ന് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. എന്തെങ്കിലും ലക്ഷം കണ്ണു തോന്നോ? കണ്ണൊക്കെ ചുമക്കുന്ന എന്തോ ഒരു വശമിച്ച് കൊള്ളാതെ എനിക്ക് ആണ് പറഞ്ഞ പുള്ളിന്റെ ഒരു കൂട്ടുവായടി ഒന്നും ശരിയൊന്നുമല്ല. ആണല്ലേ? പുള്ളിക്കിടക്ക് പേടിയാണ്. ഈ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര പേടിയായിട്ട് ഇരിക്കുകയാണ്. ആണല്ലേ? അതൊന്നും പറഞ്ഞു മനസ്സിലാക്കണം. ഈ ഇഞ്ചക്ഷൻ എന്നൊക്കെ പറഞ്ഞ പേടിക്കുന്ന കേസ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഗാനമേള തുടങ്ങുന്നു.
ഏകേഷിന്റെ ട്രെയിനിൽ വാവ് വിളിച്ചതായി. ചേട്ടാ, നാളെ വാവ് വിളിക്കുന്ന ഇച്ചിരി ഉള്ളായിരുന്നു. ഇപ്പൊ ചുടല്. പച്ചേട്ടാ അതൊന്നും പേടിക്കേണ്ട കേസില്ല കേട്ടോ. കുഴപ്പമില്ല. ഈ നമ്മൾ ആശുപത്രി പോയ ചെറിയൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. എന്റെ മെമ്പർ എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും ലക്ഷണം കാണിക്കണം, ഞാൻ മെമ്പർ എടുത്തോട്ട് വന്നു, കുഴപ്പമില്ല. അത് ദൈവം നമുക്ക് ഉപ്പിള് തന്നെ എന്തിനാ ഉമ്മ വെക്കാൻ പട്ടി കടിച്ച പോയെന്നോ എന്നെ പൊക്കിളിന് ചുറ്റും കുത്തി വെച്ച പാട് കണ്ടോ? അതുപോലെ എനിക്ക് സ്ഥലമില്ല. കണ്ടേ? ഇത് ഫാണ്ട് റെഗുലേറ്റർ പോലെ അയ്യോ ചിരിക്കല്ലേ, എനിക്ക് ചെറിയൊരു അതെ ഞാനൊരു കേസ് പറയാം. എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് ക്ലിയർ ചെയ്യും. എന്തെങ്കിലും അസുഖമുണ്ടോ? ഈ മെമ്പർ ചോദിക്കുന്നതേ മറ്റെന്തെങ്കിലും അസ്വസ്ഥത ഉദാഹരണത്തിന് ഈ കണ്ണു ചുമന്ന് കിടക്കണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അത് ഈ നമ്മൾ പട്ടി അടിച്ചല്ലോ, ആ ടെൻഷനിൽ പോയി ബാറി കയറി രണ്ടെണ്ണം അടിച്ചു. അതാ ഇങ്ങനെ ഈ നാക്കേ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇറങ്ങി വരുന്നതായിട്ട് തോന്നുന്നില്ല, ചൊറിഞ്ഞു വരുന്നുണ്ട് ഇവരോട് രണ്ടെണ്ണം പറയാനായിട്ട്. നീ പറഞ്ഞിട്ടാണോ വന്നത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ അറിയിക്കട്ടെ. നീ അറിയിക്കാൻ ഞാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാൻ പറഞ്ഞിട്ട് തന്നെ. എന്റെ കുഞ്ഞിനെയൊക്കെ കയറി പിടിക്കുകയാണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പറ്റും. ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെമ്പർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാതെ ഞാൻ നമ്മുടെ പൊക്കോ കേട്ടോ മെമ്പർ. എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞാൽ. അച്ഛാ, എന്തോന്ന്? ഇരിക്ക് അച്ഛാ. ഒന്നുമില്ല. ഈ വന്നി ഇപ്പൊ എന്ത് മെമ്പർ ഇങ്ങനെ ഒരു വിഷമുണ്ടല്ലോ. ഞാൻ എങ്ങനെ സമാധാനത്തോടെ ഇവിടെ കിടന്ന് ഉറങ്ങും? വിഷമുണ്ടോന്ന് അറിയാനായിട്ടൊരു വകുപ്പല്ലേ എന്തോട്ടി അത് നിർത്തുന്നു. ആ സർവത്തല്ലേ നമുക്ക് നാരങ്ങാച്ചാറ് കൊടുത്ത് നോക്കിയാലോ? അങ്ങനത്തെ കൊടുത്താൽ ശരിയാവില്ല. അവിടെ ഞാൻ എടുക്കാം. വേറെ ഇച്ചിരി വേണം. മറ്റേ സാധനം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോ കയ്യിൽ? പിന്നെ അതിന്റെ പേര് സർവക്കല്ലോ സർവക്കല്ലോ ഇത് സർവകല്ലിന് പട്ടികൾ സാധാരണ നേരെ നടന്നു പോയാൽ എവിടെയാ മൂത്രം ഒഴിക്കാറ്? മൂത്രം ഒഴിക്കാറ്. ഈ സർവേക്കല്ല് കണ്ട് നമുക്ക് ഒടിച്ചിരിക്കാം. പുള്ളി വന്ന് എന്താ ചെയ്യുന്നത്? കാല് പൊക്കിയാൽ നമുക്ക് ആശുപത്രി കൊണ്ടാകാം. ആണോ? എന്നാ ഒരു കാര്യം ചെയ്ത് കൊടുക്കാം. അപ്പൊ പുള്ളി കാല് പൊക്കിക്കഴിഞ്ഞാൽ പുള്ളിക്ക് പേവുണ്ട്, പട്ടിയുടെ ശല്യം തുടങ്ങി മനസ്സിൽ വിളിക്കാം. ഇങ്ങോട്ടാ പോണേ. അതൊന്നും പിടിക്കാം. ഓട്ടോ സംഘടിപ്പിച്ചെടുക്കാം. വേണ്ട പട്ടിയുണ്ട്. ഞാൻ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് ഒരു അസുഖവും ഇല്ല. നാട്ടുകാരെ വിളിച്ചു വരുത്തി രാമനാഥനെ തന്നെ കൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. വേറെ ഫുള്ള് രാധാകൃഷ്ണൻ എം പി. രാധാകൃഷ്ണൻ എം പി അല്ലേ, മെമ്പർ അല്ലേ? അതെ എം പി ഇൻഷലാണ്. എം പി 19. എന്റെ പേര് സുമേഷ്. സുമേഷ് 20. ഓക്കെ. അറിയാമോ? എടാ പേ പിടിച്ചു കഴിയുമ്പോ കണ്ണ് കാണത്തില്ല, നാക്കിട്ട് ഇങ്ങനെ അതൊന്നും അടിച്ചോണ്ടിരിക്കും. അപ്പൊ നമ്മൾ ജല്ലിക്കട വന്ന് നോക്കൂലോ, നോക്കുമ്പോ പുള്ളി കാണാതെ മനസ്സിലായില്ല. അപ്പൊ എഴുതി വെച്ച പുള്ളി അറിയാൻ വേണ്ടിയാണ് ഈ എഴുതി അതെന്തായാലും നല്ല കാര്യം. പേ പിടിച്ചാലും ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടി എഴുതി വെക്കുന്നുണ്ടല്ലോ. അതിനുവേണ്ടി അല്ല ഞാൻ എഴുതി വെച്ചതാ. എന്നെ പട്ടി കടിച്ചല്ലോ. അഥവാ എനിക്ക് പേരറിയില്ല, ഓടിച്ചിട്ട് കടിക്കാൻ